എല്ലാവർക്കും വൊക്കാബ് സ്പീഡിലേക്ക് വീണ്ടും സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ 1ാം റാങ്ക്, LGS പരീക്ഷയിൽ 8ാം റാങ്ക്, LDC പരീക്ഷയിൽ 16ാം റാങ്ക് ഉൾപ്പെടെ കേരള PSCയുടെ 11 റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടിയ ശരത് ബ്രോയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ശരത് ബ്രോ, ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? സുഖമായിട്ട് പോകുന്നു, നല്ല രീതിയിൽ തന്നെ, കുഴപ്പമില്ലാണ്ട് പോകുന്നു. ജോലി കിട്ടുന്നതിന് മുൻപും ജോലി കിട്ടിയതിന് ശേഷവും ഭയങ്കര മാറ്റാ. വലിയ മാറ്റം. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ജോലി കിട്ടിയതിന് ശേഷം ഇപ്പോൾ നാട്ടിലൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം. ഇപ്പൊ കാണുമ്പോൾ തന്നെ പറയും, ഇത് മറ്റേ ആ ജോലി കിട്ടിയ അവനല്ലേ അതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ, പണ്ട് അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ മാറ്റി നിർത്തപ്പെടുകയായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ ചോദിക്കുമ്പോൾ നമ്മളോട് കൂടെ ഒന്ന് വന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് വന്ന പോലെ ഒരു ഫീല് തോന്നിയിട്ടുണ്ട്. ജോലി ആയില്ലേ മോനെ എന്നുള്ള ചോദ്യം കേൾക്കാറുണ്ടോ? ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ട്. അത് PSCയിൽ പഠിക്കാൻ ഇറങ്ങുന്ന എല്ലാവരും പൊതുവെ കേൾക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ. എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ പോളിടെക്നിക് ആണ് പഠിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. തിരൂർ SSM പോളിടെക്നിക്കിലാണ് പഠിച്ചത്. അതാണ് ക്വാളിഫിക്കേഷൻ. പിന്നീട് PSCയിലോട്ട് എത്തപ്പെടുന്നത് എങ്ങനെയാണ്? അതായത് ഞാൻ ഈ പോളി കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് കമ്പനിയിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരു വർഷം. അപ്പൊ അവിടെ ഒരു വർഷം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഗവൺമെന്റ് ജീവനക്കാരും ഉണ്ട്, കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ശരിക്കും ഈ ഗവൺമെന്റ് ജോലിയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാന്ന് മനസ്സിലാക്കുന്നത്. ഒരു പ്രൈവറ്റ് മേഖലയിലും ഗവൺമെന്റ് മേഖലയിലും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് ഞാൻ ശരിക്കും പഠിച്ചത് അവിടെ നിന്നാണ്. അപ്പോൾ അന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ട് ഗവൺമെന്റ് ജോലി തിരഞ്ഞെടുത്തുകൂടാ, നാട്ടിലും ജോലി എടുക്കാം, സെക്യൂർ ആണ് ലൈഫ്. അപ്പൊ ആ ഒരു തീരുമാനത്തിൽ നിന്നാണ് PSCയിലേക്ക് ഇറങ്ങാമെന്ന്. ജോബ് സെക്യൂരിറ്റി ആണ് അപ്പോൾ പ്രധാനപ്പെട്ട റീസൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ PSC ജേർണി ഒരു തുടക്കം തൊട്ട് നമുക്കൊന്ന് നോക്കി വരാം. ഒരു സാധാരണ വിജയമല്ല, ഇതൊരു അസാധാരണമായ വിജയമാണ് അല്ലെ? 11 തവണ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് അല്ലെ? പലരും ഒരു തവണയെങ്കിലും റാങ്ക് ലിസ്റ്റിലേക്ക് ഒന്ന് എത്താൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അപ്പോ ആദ്യമായിട്ട് എഴുതുന്ന PSC പരീക്ഷ ഏതാണ്? ഞാൻ കമ്പനി ബോർഡ് LGS ആണ് എഴുതുന്നത്. 2022 വിളിച്ചേ. അപ്പോ അതില് എഴുതി, പഠനം സ്വന്തമായിട്ടൊക്കെ ഇങ്ങനെ പഠിച്ച് എഴുതിയതാണ്. അതിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചു. പക്ഷെ അത് റാങ്ക് കുറെ ബാക്കോട്ടായിരുന്നു. ജോലി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നി പഠിച്ചതിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ തന്നെ സ്വന്തമായിട്ട് ഓരോ റിസോഴ്സ് കണ്ടെത്തി പഠിച്ച വന്നതാണ്. അപ്പൊ പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ പഠിച്ചാൽ പോരാ, ഏതെങ്കിലും ഒരു നല്ലൊരു കോച്ചിങ് സെന്ററിന്റെ കീഴിൽ പഠിച്ചാൽ ഒന്നുകൂടെ മെച്ചപ്പെടാം, അങ്ങനെ ഒരു തോന്നൽ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് വൊക്കാബ് സ്പീഡ് എനിക്ക് റെഫർ ചെയ്ത് തരുന്നത്. അപ്പോ ഞാൻ വിചാരിച്ചു, ഒരു ടെലഗ്രാം ചാനലല്ലേ, എങ്ങനെയാണ് ഇങ്ങനെ റാങ്കുകളൊക്കെ കിട്ടുക, അങ്ങനെയൊക്കെ വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ വൊക്കാബ് സ്പീഡിയ ടെലഗ്രാം ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ആദ്യം തന്നെ മീഡിയ എടുത്തു. അതില് കഴിഞ്ഞ തവണ കമ്പനി ബോർഡ് LGS VFA അതിന്റെ റാങ്ക് കിട്ടിയവരുടെ ഫോട്ടോ ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിൽ 2, 5, 8, 9 ഈ റാങ്കുകളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ അതിശയിച്ചു പോയി. ഒരു വെറും ടെലഗ്രാം ചാനല് ഇത്രയും നല്ല റാങ്കുകളൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഷോക്കായി പോയി. അപ്പൊ തന്നെ ഞാൻ ഉറപ്പിച്ചു, ഇനി എന്തായാലും വൊക്കാബ്സിന്റെ കൂടെ തന്നെ കൂടാന്ന്. അപ്പോ ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ LDC വിളിച്ചിട്ടുണ്ടായിരുന്നു, 2023 LDC. അപ്പോഴേക്ക് ഇവരുടെ 1, 2, 3 ബാച്ചുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ ചേർന്നത് ഇവര് അവസാനമായിട്ട് തുടങ്ങിയിട്ടുള്ള റിവിഷൻ ബാച്ചിലാണ് LDC. അപ്പൊ എന്റെ മുന്നിൽ ആകെപ്പാടെ ഒരു 3 മാസം എങ്ങാണ്ടേ ഉള്ളൂ LDCക്ക്. അപ്പൊ ഞാൻ എന്തായാലും തീരുമാനിച്ചു, ഇനി ഇവര് തരുന്ന നോട്ട് മാത്രം പക്കായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതി നോക്കാമെന്ന്. അപ്പൊ അവര് തരുന്ന നോട്ട് ഞാൻ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ല, PDF നോട്ടുകൾ മാത്രം. പിന്നെ SCRT വെച്ചു പഠിച്ചു. റാങ്ക് 16 മലപ്പുറം ജില്ലയിൽ കിട്ടി. അതേപോലെ തന്നെ LGS മലപ്പുറം ജില്ലയിൽ 8ാം റാങ്ക് കിട്ടി. അപ്പോ സ്ട്രക്ചേർഡ് അല്ലാതിരുന്നൊരു പഠനം വൊക്കാബ് സ്പീഡിയയിൽ എത്തിയതോടെ സ്ട്രക്ചേർഡ് ആയി, കൃത്യമായിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായി. ആ ഒരു സ്ട്രാറ്റജി കൊണ്ടുവരാൻ പറ്റി. സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി തന്നെ അഡോപ്റ്റ് ചെയ്തു. അത് സക്സസ്ഫുൾ ആയി. അപ്പോ ഒരുപാട് കുട്ടികളുണ്ട്, ഇപ്പൊ വൊക്കാബ് സ്പീഡിയയിലാണെങ്കിലും ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ എന്നാലും ഒരു ടോപ്പർ ആവുക അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു എഡ്ജ് കിട്ടുന്ന ഒരു കാര്യം കാണുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ശരത്ത് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ? ഒന്നാമതായിട്ട് നമ്മുടെ വീക്ക് പോയിന്റുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഓരോ സബ്ജക്ട് വീക്കായിട്ട് വരും. എന്തായാലും നമ്മൾ എല്ലാ സബ്ജക്റ്റിലും എക്സ്പേർട്ട് ആവുക എന്നുള്ളത് അത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന ഒന്നായിരിക്കില്ല. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഡെയിലി ചെയ്യുമ്പോൾ
നമുക്ക് ഏത് ഭാഗമാണ് നമ്മൾ വീക്കായിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ വീക്കായിട്ടുള്ള ഭാഗത്തിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മാർക്ക് കൂട്ടുകയും ചെയ്യാം, അതേപോലെ റാങ്ക് ഒരുപാട് മുന്നേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ PYQ കൃത്യമായിട്ട് പഠിക്കണം. അതെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുകയാണോ ചെയ്യുന്നത്, അതോ ടോപ്പിക് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുകയാണോ ചെയ്യുന്നത്, അഥവാ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ഒരു അനാലിസിസ് സെക്ഷൻ നടത്താറുണ്ടോ? ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് പോയ ഏരിയ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ. ഇന്ന ഏരിയ ഒന്നും പോയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ അത് ഒന്നുകൂടെ ഇവർ തന്ന PDF ഒന്നുകൂടെ ആ ഏരിയ ഏതാണോ വരുന്നത് അത് ഒന്നുകൂടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതേ സെക്ഷൻ തന്നെ SCRT വരുന്നുണ്ടെങ്കിൽ ആ ഭാഗവും ഞാൻ തറവായിട്ട് പഠിക്കും. ഓക്കെ. എന്നിട്ട് അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് പോവാണ്ട്. ഓക്കെ. തെറ്റിയ ഒരു കാര്യം പിന്നീട് തെറ്റരുത്. അതെ, പഠിച്ച കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും പോകരുത്. ഓക്കെ. അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും മറക്കരുത്, തെറ്റരുത് എന്ന് പറയുമ്പോൾ റിവിഷൻ വളരെ പ്രധാനം. റിവിഷൻ ആണ് ഏറ്റവും അടിസ്ഥാനം. അപ്പോ ഏത് എക്സാമിനാണെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സാം ഹാളിൽ ചെന്നിട്ട് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അത് ഒരു ഉപകാരമില്ലാത്ത കാര്യമായി പോകും, നമ്മുടെ അത്രയും മുഴുവനായിട്ടുള്ള എഫേർട്ട്. അപ്പോ കൃത്യമായിട്ടുള്ള റിവിഷൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അതായത് കാര്യങ്ങൾ പഠിച്ചത് മറന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് മറന്നു പോകുന്നത് വർഷങ്ങള്, ഡേറ്റുകള്, ആളുകളുടെ പേരുകൾ, അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഇതൊക്കെ ചിലപ്പം മാറിപ്പോവാനും മറന്നു പോകാനും വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ ഞാൻ ഈ വർഷങ്ങളും ഡേറ്റുകളൊക്കെ പഠിക്കാൻ സ്വീകരിച്ച ഒരു മാർഗം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ളവരുടെ ഇയർ ഓഫ് ബർത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് വെച്ച് ഞാൻ എൻ്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരുടെ ഇയർ ഓഫ് ബർത്തും അസ്യൂം ചെയ്ത് വെക്കും. അതായിരിക്കില്ല കറക്റ്റ്, പക്ഷെ ഞാൻ അത് വെക്കും. എന്നിട്ട് ആ വർഷത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇയാളുമായിട്ട്, ആ കുടുംബത്തിലുള്ള അങ്ങേരുമായിട്ട് കണക്ട് ചെയ്ത് വെക്കും. അപ്പൊ നമ്മൾ ആ സംഭവം വരുമ്പോ തന്നെ ഇങ്ങേരെ നമ്മളെ മൈൻഡിൽ വരും. കണക്ട് ചെയ്ത് പഠിക്കുക, ബൈ ഹാർട്ട് ആക്കാണ്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ കിട്ടും. അങ്ങനെയാണ് വർഷങ്ങളൊക്കെ പഠിച്ചത്. പിന്നെ അതേപോലെ തന്നെ ആളുകളുടെ പേരുകൾ, പ്രധാനമായിട്ടും നവോത്ഥാന നായകന്മാര്, അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, അതും നമ്മുടെ ഈ നാട്ടിലുള്ള ഓരോരുത്തരായിട്ട് ഞാൻ നവോത്ഥാന നായകന്മാരായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, നാട്ടിലുള്ള ഓരോരുത്തരായിട്ട്. അപ്പൊ ആ നവോത്ഥാന നായകന്മാർ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ഞാൻ ഇയാളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോ നമുക്ക് പരീക്ഷകളിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഇന്ന നവോത്ഥാന നായകൻ എന്ന് പറയുമ്പോൾ നമുക്ക് അയാളെ കത്തും. അങ്ങനെയാണ് ഞാനൊരു നവോത്ഥാന നായകന്റെ പേര് ചോദിക്കട്ടെ. സഹോദരൻ അയ്യപ്പൻ. പെട്ടെന്ന് ആരെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്റെ വല്യച്ഛൻ. എന്റെ വല്യച്ഛന്റെ പേര് അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ. അതെ അതെ. എനിക്ക് ശരിക്കും ഇപ്പൊ ഒരു സഹോദരൻ അയ്യപ്പന്റെ ശരിക്കുള്ള ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നിട്ട് ഇതാരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് പറയാൻ അറിയില്ല, ഇത് ഇന്ന ആളാന്ന് അറിയില്ല. പക്ഷെ ആ പേര് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിലുള്ള ഇയാളായിരിക്കും. അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ബൈ ഹാർട്ട് പഠിക്കല് കുറവാണ്. നമ്മള് ഫോഴ്സ് ചെയ്ത് ബ്രെയിനെ ട്രെയിൻ ചെയ്യാതെ അറിയാവുന്ന കാര്യങ്ങൾ ഫെമിലിയർ ആയിട്ട് കണക്ട് ചെയ്ത്, വല്യച്ഛൻ വരുമ്പോ വല്യച്ഛൻ ഇതാണ്, അപ്പൊ അമ്മ ഇതാണ്, അച്ഛൻ ഇതാണ്, കണക്റ്റഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് MEM, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. നല്ല വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അത് എങ്ങനെയാണ്, അതിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഈ 3 സബ്ജക്റ്റിനും 30 മാർക്ക്, 10 മാർക്ക് വീതം 30 മാർക്കാണ് ഉള്ളത്. മാത്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ബേസ് സെറ്റ് ആണ്. എനിക്ക് വലിയ വിഷയമില്ല മാത്സ്. മാത്സിൽ ഞാൻ ഫുൾ മാർക്കും സ്കോർ ചെയ്യാറുണ്ട്. കുഴപ്പമില്ല. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഏകദേശം ഒരു 8 മുതൽ 10 വരെ മാർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഡെയിലി ഇത് വർക്കൗട്ട് ചെയ്യാം. അപ്പൊ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഏകദേശം 8 മാർക്കോളം കിട്ടും. അങ്ങനെ തന്നെയാണ് ഇത്. ക്ലാസ്സുകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ തോന്നുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യുക. ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും ഒരു 5 വർഷം, അതായത് ഇപ്പൊ 21 മുതലുള്ള ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഏകദേശം 8 മാർക്കോളം നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ 21 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ 8ൽ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ്. അതെ, കാരണം ഇപ്പോൾ ഒരുപാട് എന്താ പറയുക യുദ്ധങ്ങളും സ്പോർട്സ് ഇവന്റ്സ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നിത്യജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കും? കറണ്ട് അഫയേഴ്സ് വെയിറ്റേജ് ഉള്ള ഏരിയ കൂടിയാണ്. അതെ, കറണ്ട് അഫയറിന് 20 മാർക്ക് ഉണ്ട്. ചില്ലറ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടാണോ അതോ രണ്ടും പഠിക്കാൻ? അതായത് മന്ത്ലി കറണ്ട് അഫയറും പഠിക്കാറുണ്ട്, ടോപ്പിക് വൈസ് കറണ്ട് അഫയറും പഠിക്കാറുണ്ട്. അതിന് ഞാൻ വൊക്കാബ്സിന്റെ PDF മാത്രമേ നോക്കാറുള്ളൂ. ഞാൻ ആദ്യമൊക്കെ പഠിച്ചിരുന്ന സമയത്ത് വേറെ റിസോഴ്സ് ഒക്കെ തേടി പോകും. പക്ഷെ നമുക്കത് 20 ഏകദേശം അത്രയൊന്നും കിട്ടൂല, നമുക്ക് വളരെ കുറച്ച് മാർക്കേ കിട്ടുള്ളൂ. ഇപ്പൊ വൊക്കാബ്സിന്റെ PDF നോക്കാൻ തുടങ്ങിയതിന് ശേഷം കറണ്ട് അഫയർ ഒക്കെ സെറ്റാണ്. അതിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. ഈ LD കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ആദ്യം വൊക്കാബ്സിൽ ഇട്ട മെസ്സേജ്, നിങ്ങളുടെ PDF നോക്കിയിട്ടാണോ PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നാണ്.
കാരണം പല റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും ഇവരുടെ PDF വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നല്ല റാങ്കിലേക്കൊക്കെ എത്തുന്നതും ഇങ്ങനെ റിസൾട്ട് ഒക്കെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്ക് പേഴ്സണലി സന്തോഷം. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സ്ട്രക്ചർ. നേരത്തെ ഒരു സ്ട്രക്ചറിന്റെ കാര്യം പറഞ്ഞല്ലോ, ക്ലാസ്സുകൾ കാണുന്നതും പഠനത്തിലും. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, ക്വസ്റ്റ്യൻ ചെയ്യുക, ഇത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കുക, ടോപ്പിക്കുകൾ പെൻഡിങ് വരാതെ അത് തീർക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പോൾ പെൻഡിങ് വരാതെ എങ്ങനെയാണ് നമുക്ക് ഒരു പരിധി വരെ ഒരു ദിവസത്തെ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? അതോ ടോപ്പിക് വൈസ് ആയിട്ട് പ്രാധാന്യം കൊടുക്കണോ, അതോ പഠിക്കുന്ന മണിക്കൂറുകൾക്ക് പ്രാധാന്യം നൽകണോ? എങ്ങനെയായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടൊരു മെത്തേഡ് ആയിട്ട് തോന്നി? അതായത് ഞാൻ ചൂസ് ചെയ്തത്, ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അതായത് മനസ്സിലൊരു ഇതുണ്ടായിരിക്കും, ഇന്ന ദിവസം ഇത്രേ ടോപ്പിക് തീർക്കണം എന്നുള്ളത്. അപ്പൊ അത് ഇത്ര സമയത്തോടെ ഉള്ളിൽ തീർന്നാല് ഓക്കെ, കംപ്ലീറ്റ് ആയി. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനോ അതിന് എക്സ്ട്രാ ടൈം കിട്ടും. അപ്പോൾ ഒരു ടോപ്പിക് തീരുന്നത് വരെ ആണ് നോക്കിയിട്ടുള്ളത്. അല്ല ഇത്ര സമയം വരെ പഠിച്ചാൽ മതി, അങ്ങനെ ഒരു ഇതില്ല. ഓക്കെ, ഇപ്പൊ വലിയ ടോപ്പിക്കുകളാകുമ്പോൾ ചിലപ്പോൾ തീരാതെ വരാം. ഫണ്ടമെന്റൽ റൈറ്റ്. അതെ. പാർട്ട് പാർട്ടായിട്ടാ പഠിക്കാം. വലിയ ഇപ്പൊ ഒരു PDF ഒരു 30-45 പേജിന്റെ PDF ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു ദിവസം 15 പേജ് വായിക്കും. അങ്ങനെ പാർട്ടായിട്ടേ വായിക്കാൻ പറ്റുള്ളൂ. ഒരുമിച്ച് വായിച്ചാൽ ചിലപ്പോൾ തലയിൽ കയറാനും ബുദ്ധിമുട്ടായിരിക്കും. പരക്കെ വായിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ടോ, അതോ പിന്നീട് ചെയ്ത് നോക്കൂ? അല്ല, ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ ഡെയിലി ഒരു കുറഞ്ഞത് 2 PYQ എങ്കിലും ചെയ്യും. അപ്പൊ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ഏരിയ എന്നാണ് കൂടുതൽ വരുന്നത്. അപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ ഇന്ന ഏരിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഈ ഏരിയ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട്, ഒന്നുകൂടെ ഫോക്കസ് ചെയ്യണം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, അപ്പോ ഹോട്ട് ടോപ്പിക്സ് നമുക്ക് നല്ല രീതിയിൽ ഒരു പരിധി വരെ മനസ്സിലാക്കാൻ, ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് തോന്നുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. അപ്പൊ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണത് കൺട്രോൾ ചെയ്തത്? സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ പഠനത്തിന് മുന്നേ ഞാൻ അതങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ ബാക്കി വാട്സപ്പ്, ടെലഗ്രാം അത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. തീരെ അങ്ങ് ഒഴിവാക്കിയെന്നൊന്നും പറയാൻ പറ്റില്ല, ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയെ കൺട്രോൾ ചെയ്തത്, അധീനതയിലാക്കിയത്. ഇൻസ്റ്റാഗ്രാം പൂർണ്ണമായിട്ട്. ഓക്കെ, നമ്മൾ ഒരുപാട് പഠിച്ചു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് എക്സാമിന് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കിന് ചിലപ്പോൾ സ്ട്രെസ് ഔട്ട് ആകാറുണ്ട്, ടെൻഷൻ കൂടാറുണ്ട്. എനിക്കിത് കിട്ടുമോ, ഞാൻ ഇത്രയും നാൾ ഇട്ട എഫേർട്ട് വെറുതെ ആകുമോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? എന്തെങ്കിലും വേറെ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, എക്സാം പ്രത്യേകിച്ച് പലർക്കും എക്സാമിന്റെ തലേന്നായിരിക്കും ഇങ്ങനെ ടെൻഷനൊക്കെ കയറി വരിക. നാളെ എഴുതാൻ പറ്റുമോ, എന്തായിരിക്കും. അപ്പൊ അത്രയും സമയം 2, 3, 4 മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളോളം പഠിച്ചിട്ട് നമ്മൾ ഒരു 1.5 മണിക്കൂറിലേക്ക് ചുരുങ്ങാണ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രഷർ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ മെയിനായിട്ട് എക്സാമിന്റെ തലേ ദിവസങ്ങളിൽ തീരെ പഠിക്കാറില്ല, ഒന്നും നോക്കൂല, ഇല്ല. വെറുതെ പാട്ട് കേൾക്കുക, അങ്ങനെ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. പ്രഷർ കൊടുക്കാതിരിക്കും. എങ്ങാനും അന്നേരം പുസ്തകം എടുത്ത് നോക്കിയാൽ നമുക്ക് ഓർമ്മയില്ലാത്ത എങ്ങാനും വന്നാല് പിന്നെ അത് നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലായി പോകും. അയ്യോ, ഒന്നും പോയില്ല. അപ്പൊ ആദ്യം പഠിച്ചതൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് തലേന്നൊന്നും ചെയ്യില്ല. പിന്നെ എക്സാം ഹാളിൽ കയറുമ്പോൾ കുറച്ച് നേരത്തെ കയറാൻ നോക്കും. അപ്പോൾ നമുക്ക് ആ ക്ലാസ് റൂമായിട്ട്, ആ അറ്റ്മോസ്ഫിയർ ആയിട്ടൊന്ന് നമ്മൾ ഫെമിലിയർ ആവുക എന്നുള്ളതാണ്. ചിലർക്ക് ആ ഒരു സമയം നമുക്ക് താങ്ങാൻ പറ്റാതെ വരും. അപ്പോഴാണ് എക്സാം ഒന്ന് നമുക്ക് കൺട്രോളിൽ നിൽക്കാത്തത്. അപ്പൊ നമ്മൾ ആ ചുറ്റുപാടായിട്ട് ഒന്ന് ഫെമിലിയർ ആവുക എന്നുള്ളതാണ്. ചുറ്റുമൊക്കെ നോക്കി ഒന്ന് നടന്ന് അപ്പൊ ഒന്ന് വാമപ്പ് ആകുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളൊക്കെ കുറെ സോൾവ് ആവും. എക്സാമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പൊ ഒരു എക്സാം എഴുതാൻ പോയ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോ നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള വിദ്യാർത്ഥികളെയാണ്, ആസ്പിറൻസിനെയാണ് കാണുന്നത്. ചിലർ അവിടെ ഇരുന്ന് പഠിക്കുന്നവർ കാണും, ടെൻഷൻ അടിച്ചിട്ട് ബാത്റൂം എവിടെയെന്ന് ചോദിച്ചിട്ട് വരുന്നവര് കാണും, കൃത്യസമയത്ത് ലേറ്റ് ആയിട്ട് വരുന്നവര് കാണും, ഒരുപാട് ദൂരെ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് നമ്മുടെ ക്യാമ്പസ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളവര് കാണും. സോ അത്തരത്തിലുള്ള ആളുകളെ കാണുമ്പോൾ നമ്മൾ വേറൊരു മേഖലയിൽ നിന്ന് വരികയാണ് നമ്മൾ. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ കൂടെ മത്സരിക്കുന്ന ആസ്പിറൻസിനെ കാണുമ്പോൾ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ? ഇല്ല, ഞാൻ ഒരു പരിധിവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതൊന്നും ഞാൻ മൈൻഡ് ആക്കൂല. ചെയ്താല് നമ്മള് ട്രാക്കിൽ നിന്ന് മാറിപ്പോവും. ആ എക്സാം നമുക്ക് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തോളണം, അങ്ങനെ പറ്റിക്കൊള്ളണം ഉണ്ടാവില്ല. അപ്പൊ ഞാനൊന്നും വിഷയം മൈൻഡ് ആക്കൂല, മൈൻഡ് ചെയ്യാറില്ല. ഓക്കെ, നമ്മൾ എക്സാം ഹാളിലെ കാര്യം പറഞ്ഞല്ലോ. നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. അതായത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായിരിക്കും, ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്തായാലും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തേ പറ്റൂ, രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. എക്സാം പാടാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യും? എളുപ്പമാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യും? അതായത് നമ്മൾ എക്സാം ടൈറ്റ് ആണോ ടഫ് ആണോ
ആശ്രയിച്ചിരിക്കുന്നത് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നതിനായിരിക്കും. അപ്പൊ നമ്മൾ പഠിക്കാത്ത ഭാഗങ്ങൾ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് തുടരുത്. ഓക്കെ, മാക്സിമം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കാത്ത ഏരിയ ഉണ്ടെങ്കിൽ തുടരുത്. നമ്മൾ പഠിച്ചു പോയി നമുക്ക് എക്സാം ടൈറ്റ് ആണെന്ന് തോന്നിയാൽ ബാക്കി എല്ലാവർക്കും എക്സാം ടൈറ്റ് ആയിരിക്കും. ഓക്കെ, ബാക്കി എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമോ ഇനി ഞാൻ കറപ്പിക്കാം, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ പഠിച്ചത് എന്താണോ അത് മാത്രം അറ്റൻഡ് ചെയ്ത് പോരുക, മാർക്ക് നോക്കുക, അത്രയേ ഉള്ളൂ. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോ വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും വളരെ സന്തോഷം. അവർക്ക് അറിയായിരുന്നു കാര്യം ഞാനിങ്ങനെ ലിസ്റ്റിൽ വരുന്നുണ്ട്, പക്ഷെ ജോലി അങ്ങ് ആവുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ പഠനം കണ്ടിന്യൂ ചെയ്യുക, എന്തായാലും കിട്ടും. ഒരുപക്ഷെ എന്നെക്കാളും കൂടുതൽ കോൺഫിഡൻസ് അവർക്ക് തന്നെയാണ് എനിക്ക് എന്തായാലും ജോലി കിട്ടും എന്നുള്ളത്. അപ്പോൾ കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷം. ഓക്കെ, നമ്മള് വിജയങ്ങളുടെ കാര്യം പറഞ്ഞു. ആദ്യം എക്സാം പ്രിപ്പയർ ചെയ്തപ്പോ സക്സസ് ആയിരുന്നു, പിന്നീടും സക്സസ് ആയെന്ന് പറഞ്ഞു. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു പരാജയം ഒന്ന് തൊട്ട് തീണ്ടിയിട്ടുണ്ടോ? പരാജയം എന്ന് പറയുന്നത് നമുക്ക് ലിസ്റ്റിൽ ബാക്കൗട്ട് ആവുക എന്നുള്ളതാണ്. എഴുതുന്നതിലൊക്കെ ലിസ്റ്റിൽ വരുന്നുണ്ട്, പക്ഷെ ആദ്യമൊക്കെ ബാക്കിലേക്കായിരുന്നു. ഞാൻ തന്നെ സ്വന്തമായിട്ട് റിസോഴ്സ് ഒക്കെ കണ്ടെത്തി ഞാൻ തന്നെ പഠിച്ചതാണ്. അപ്പോൾ റാങ്ക് വരുമ്പോൾ ബാക്കോട്ടേക്ക് വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് പോരാ. ഇപ്പൊ വൊക്കാബ്സ്പീഡിയയിൽ എത്തിയപ്പോൾ നമ്മൾ ഇത് റിസോഴ്സ് ഒന്നും വേറെ അന്വേഷിച്ച് പോണ്ട, ഇവര് തന്നെ ക്യാപ്സ്യൂളായിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് മാത്രം അങ്ങ് പഠിച്ചാൽ മതി. അപ്പൊ അതിനുശേഷം നല്ല നല്ല റാങ്കുകൾ കിട്ടാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോകും. വൊക്കാബ്സ്പീഡിയയുടെ കാര്യം പറഞ്ഞപ്പോ ഈ ജേർണിയിൽ, ഈ പർട്ടിക്കുലർ ജേർണിയിൽ വൊക്കാബ്സ്പീഡിയ എത്രത്തോളം വലിയൊരു റോള് പ്ലേ ചെയ്തിട്ടുണ്ട്? എനിക്ക് ഈ ജോലി കിട്ടാൻ തന്നെ കാരണം വൊക്കാബ്സ് തന്നെയാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് നല്ല നല്ല റാങ്കുകൾ കിട്ടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ആ ബാക്ക് റേഞ്ച് ആ ഒരു ബാക്കിൽ തന്നെ ആയിരിക്കും ലിസ്റ്റിന്റെ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കൂടുതൽ റാങ്കുകൾ കിട്ടാനും ഇത്രയും ജോലികളൊക്കെ അഡ്വൈസ് ആവാനും ഒക്കെ സാധിച്ചത്. ഓക്കെ, ഇത് കാണുന്ന ആസ്പിറൻസിനോട് അഥവാ ഉദ്യോഗാർത്ഥികളോട് എന്താണ് ഒരു മെസ്സേജ് എന്ന രീതിയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താണ് പറയുക? അതായത് നിങ്ങളിപ്പോൾ എന്തായാലും PSC പഠിക്കാൻ ഇറങ്ങി, അപ്പോൾ പഠനം കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. SCERT, പിന്നെ വൊക്കാബ്സിലെ PDF-കൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, റിവിഷൻ, ഇത് പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഏതൊരു എക്സാം സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഓക്കെ, ഇത്രയും നേരം വൊക്കാബ്സ്പീഡിയയുമായി തങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവഴിച്ചതിന് നന്ദി. താങ്ക് യു. ഇത്തരത്തിലുള്ള വിജയങ്ങളാണ് വൊക്കാബ്സ്പീഡിയയെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ ഇനിയും വൊക്കാബ്സ്പീഡിയ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അടുത്ത പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.